നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വൈജയുടെ അടുത്തേക്ക് ഭയങ്കര സന്തോഷത്തോടൊരു കൃഷ്ണമോള് ചെല്ലുവാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം, ആക്സിഡന്റ് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് അമ്മ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ കൃഷ്ണമോൾക്കുണ്ടായിരുന്നു. സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെയാണ് കൃഷ്ണമോൾ ഓടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വൈജ ബെഡിലിരിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഓ നീ വന്നോ, ഇതെന്താ നേരത്തേന്ന് ചോദിച്ചു. ഉച്ച വരെ എക്സാം ഉണ്ടായിരുന്നുള്ള അമ്മയെന്ന് പറഞ്ഞു. പിന്നീട് എങ്ങനെയുണ്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കണം. അപ്പോഴേക്കും വൈജ പറഞ്ഞു, അല്ലെങ്കിലും എൻ്റെ കാര്യം നോക്കാൻ നിനക്കൊന്നും സമയം ഉണ്ടായിരുന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നീയൊക്കെ ഇടയ്ക്കെങ്ങാനും എന്നെ വന്ന് നോക്കിയോ, വല്ല കാലത്തും എന്നെ ഒന്ന് വരും. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അമ്മേ അതെനിക്ക് എപ്പോഴും വരാൻ പറ്റുന്ന കാര്യമാണോ? ഒന്നെങ്കിൽ അച്ഛൻ എന്നെ കൊണ്ടുവരണ്ടേ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നാലേ വരാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല രോഹിയാന്റെ പ്രശ്നം കഴിഞ്ഞ പിന്നെ അങ്ങനെ പുറത്തിറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഈ വീട് വിട്ടു പോകും. നീ വരുന്നുണ്ട് എൻ്റെ കൂടെ, അതെനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു, എങ്ങോട്ട് പോവാനായിട്ട്? അമ്മയുടെ വീടല്ലേ ഇത്? അമ്മ പിന്നെ ഇത് എങ്ങോട്ടാ പോണേ? എൻ്റെ വീടോ? ഇതെൻ്റെ വീടൊന്നുമില്ല. ഇതാ അലീനയുടെ വീടല്ലേ, എൻ്റെ വീടല്ല. അലീന ചേച്ചിയുടെ വീടോ? അമ്മ എന്തൊക്കെയാ അമ്മ പറയണേ? ഇത് അമ്മ കണ്ണടച്ച് വെറുതെ ഇരുട്ടാക്കാൻ നോക്കരുത്. ഇത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇത്രയും കാലം ഇത് ആരുടെ വീടായിരുന്നു അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ. പിന്നെ പെട്ടെന്നെന്താ ഇത് അമ്മയുടെ വീടല്ലെന്ന് തോന്നാൻ കാരണം? അതെ കൃഷ്ണേ, നീ എന്നെ വെറുതെ വാശി ഉപയോഗിക്കാൻ വരില്ല. നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഞാൻ വരത്തില്ലമ്മേ, ഞാൻ ഈ വീട് വിട്ട് ഒരിടത്തേക്കും ഇല്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിലും അതെനിക്കറിയാടി നീ വരത്തില്ല എന്നുള്ള കാര്യം. നീ നിന്റെ അച്ഛൻ്റെ പക്ഷത്താണല്ലോ, ബാലേന്ദ്രൻ്റെ പക്ഷത്ത്. അലീന എന്ന് പറയുന്നവള് എന്തൊക്കെയോ മയക്കുമരുന്ന് എന്ന് നിന്നെ മയക്കിട്ടിരിക്കുക, കൈവശം തന്നിരിക്കുക നിനക്ക്. അതിൽ നിന്ന് നീ മുക്തിയാവാൻ പോകുന്നില്ല. നിന്നോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നീ വരുന്നില്ല, വരണ്ട, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. കൃഷ്ണമോള് ചോദിച്ചു, അമ്മ എങ്ങോട്ട് പോകാനാ? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. നീ അത് അറിയേണ്ട കാര്യമില്ല. എൻ്റെ അമ്മേ, വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ മുറിയിലേക്ക് വന്നേ. ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് മാറ്റം ഉണ്ടായി കാണുന്ന. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അമ്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പഴയതുപോലെ തന്നെയാ. പഴയ വൈജയന്തിക്ക് ഇതുവരെയായിട്ട് മാറ്റം ഉണ്ടായിട്ടില്ല. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, ഞാൻ അങ്ങനെ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ലടി. അങ്ങനെ മാറുന്ന ആളും അല്ല ഞാൻ. നിന്റെ അച്ഛൻ്റെ സ്വഭാവമല്ല എനിക്ക്. നിന്റെ നിറം മാറുന്ന പോലെ മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഇനി ഇത് മാറാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അമ്മയോട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജി ചോദിച്ചു, അല്ല രോഹിത് എന്തെന്ന് ചോദിച്ചു. മുറിയിലുണ്ടെന്ന് പറഞ്ഞു. എവിടെ? മോളത്തെ മുറിയിലാന്ന് പറഞ്ഞു. കൃഷ്ണമോളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ എൻ്റെ കയ്യിലൊന്ന് പിടിക്കുക, എനിക്ക് രോഹിത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോള് വൈജയുടെ കയ്യെല്ലാം പിടിച്ചുകൊണ്ട് മോളത്തെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് ബാലേന്ദ്രൻ അവിടെ ഇറങ്ങി വരുന്നത്. ബാൽക്കണി ഇറങ്ങി ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജി ഇങ്ങനെ നോക്കി. ബാലേന്ദ്രൻ മൈൻഡ് പോലും ചെയ്തില്ല. ബാലേന്ദ്രന് ഹാളിലേക്ക് ഇറങ്ങിയിട്ട് അലീനയെ വിളിച്ചു. അലീന, ഞാൻ പുറത്തു വരെ പോവുക, ഇപ്പം തന്നെ വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും കൃഷ്ണമോള് ചോദിച്ചു, അല്ലച്ചാ അച്ഛനിത് എങ്ങോട്ടാന്ന് ചോദിച്ചു. അതെ, കടയിൽ വരെ ഒന്ന് പോകണം മോളെ, അത്യാവശ്യം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വൈജി പറഞ്ഞു, കണ്ടില്ലേ ഈ വീട്ടിൽ ഞാൻ ആരാ, എനിക്കെന്താ സ്ഥാനം? മുമ്പ് നീ ചോദിച്ചില്ലേ ഇതെൻ്റെ വീടാണെന്ന്, ഇപ്പം മനസ്സിലായില്ലേ ഇത് എൻ്റെ വീടല്ലെന്ന്, ഹലീനയുടെ വീടാന്ന്. അവളാണല്ലോ ഇവിടുത്തെ കാർന്നൂത്തി. ഇപ്പം അവളാണല്ലോ ഇവിടെ ഭരണം നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ ബാലേന്ദ്രനെ അവളോട് യാത്ര പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു. അമ്മേ, വെറുതെ ഉടക്കുണ്ടാക്കാൻ നിൽക്കണ്ട, ഉടക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. അമ്മ രോഹി എന്നെ കാണുന്നുണ്ട്, കയറി വരാൻ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് കൃഷ്ണമോള്. ഈ സമയത്ത് ശിവശങ്കരനും ഗംഗാധരനും കൂടെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും കമല വന്നിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങൾ? അവിടെ ചെന്നിട്ട് വൈജയെ കണ്ടോ, വൈജി എന്ത് പറയുന്നൊക്കെ ചോദിച്ചു. ഗംഗാധരൻ പറഞ്ഞു, വൈജയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നുള്ള കമലെ, ആ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അല്ല, വൈജയനെ അവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ലേ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ? അലീനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ? അതോ ഇനിയിപ്പോൾ അലീനയും വൈജയും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായോ? അതൊക്കെ അറിയാനായിരുന്നു കമലയ്ക്ക് താല്പര്യം കൂടുതൽ. ശിവശങ്കരൻ പറഞ്ഞു, നീ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, അവിടെ അടിയും വഴക്കും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ബാലേന്ദ്രൻ ഒന്നും പറഞ്ഞില്ലേ വൈജി എന്ന് കഴിഞ്ഞപ്പോൾ? എന്ത് പറയാനായിട്ട്? അല്ല, അലീനയോട് വൈജി ഒന്നും പറഞ്ഞില്ലേ? ഇപ്പം എന്ത് പറയാനായിട്ടാ?
വൈജയ്ക്ക് നേരെ ചൊവ്വ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല. ആ സമയത്ത് വൈജ അലീനയോട് എന്ത് പറയാനായിട്ടാ? ശിവേട്ടാ, നിങ്ങൾ കാത്തിരുന്നോ? വൈജയുടെ സ്വഭാവം അറിയാലോ. അവളിപ്പോൾ പത്തി താഴ്ത്തി ഇരിക്കുന്നുള്ളൂ. രാത്രിയാകുമ്പോൾ മിക്കവാറും അവിടെ ഒരു വഴക്ക് നടക്കും. ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല. അവൾ പാത്തും പതുങ്ങി നിന്ന് ചിലപ്പോൾ നിങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും. നിങ്ങൾ പോന്നു കഴിയുമ്പോൾ വൈജയന്തി അവിടെ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും. എനിക്കറിയാലോ അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്ത് അവൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഞങ്ങളാരും ചെല്ലത്തില്ല ഇനി തടസ്സവും പിടിച്ചോണ്ട്. ചെയ്യാവുന്നതിന് മാക്സിമം ഇപ്പം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി മറ്റുള്ളവരുടെ മുന്നിൽ പോയി കിടന്ന് നാണം കെടാണ്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇനി വരുന്നതൊക്കെ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം അവൾ തന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, അത് ശരിയാ. ഇത്രയും നാളും അവളെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയി. പക്ഷെ ഇനിയും വയ്യ. എല്ലാവരുടെ മുന്നിൽ നാണം കിട്ട് ഒരു പരുവായെന്ന് പറഞ്ഞു. മനുഷ്യന് വേറെ പണിയില്ലാത്തതുകൊണ്ടല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ ജീവിതമാണല്ലോ, കുടുംബമാണല്ലോ ഒന്നൊക്കെ അടുത്ത് കരുതിയിട്ട് മാത്രം അല്ലായിരുന്നേ പണ്ടേ ഇട്ടെറിഞ്ഞിട്ട് എല്ലോടെയും പോയാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവശങ്കർ സങ്കടപ്പെടുവാണ്. ഗംഗാധരൻ പറഞ്ഞു, നീ വിഷമിക്കില്ലേടാ, ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. അല്ല ഗംഗേട്ടാ, ഇവിടെ മനുഷ്യൻ്റെ ടെൻഷനൊക്കെ വേറെ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഹരിയുടെ കാര്യം ഓർത്തൊരു ടെൻഷൻ, അതിൻ്റെ ഇടയ്ക്ക് വൈജ ഉണ്ടാക്കുന്ന ഓരോ പൊല്ലാപ്പുകൾ മറ്റുള്ളവരുടെ മുന്നിൽ പോയി നാണം കിട്ടി നിൽക്കുന്ന ശിവേണ്ണും ഗംഗേണ്ണും മനസ്സിലാവുന്ന കാര്യമില്ലെന്ന് ചോദിച്ചു. ഗംഗാധരൻ പറഞ്ഞു, പോട്ടെ, തൽക്കാലത്തേക്ക് ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും പോകണ്ട, സമാധാനമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് രോഹിത്തിൻ്റെ മുറിയിലേക്ക് വൈജയും കൃഷ്ണയും കൂടി ചെല്ലുവാണ്. അപ്പോൾ രോഹിത്ത് ചെരിഞ്ഞ കിടക്കുവാണ്. പനിയായതുകൊണ്ട് അവന് നല്ല വൈയായികം കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ വൈജ എന്നിട്ട് രോഹിത്തേനെ വിളിച്ചിട്ട് അവൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. രോഹിത്ത് പതുക്കെ തലയിരിച്ച് നോക്കി, അമ്മയെ കണ്ടു, ഒന്നും മിണ്ടിയില്ല. പിന്നീട് രോഹിത്തിനോട് പറഞ്ഞു, എന്താടാ നിനക്ക്, നീ എന്താ ഇങ്ങനെ കിടക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, രോഹിത്തേണ് നല്ല പനിയും വയ്യായിക ക്ഷീണമൊക്കെ ഉണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞു. പനിയും വയ്യായിക ക്ഷീണമൊക്കെ എടാ, ഇതിനേക്കാളും കൂടുതൽ അനുഭവിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. നിനക്കറിയാലോ, ഇപ്പം നേരെ ചൊവ്വേ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എനിക്ക് ജോലിക്ക് പോകണം ഓഫീസിൽ. എങ്ങനെ ജോലിക്ക് പോകുമെന്ന് പറ. നിന്നെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ന്യൂസിനകത്തും പത്രത്തിനകത്തൊക്കെ വന്നതല്ലേ. ഇതുപോലൊരു നാണക്കേട് എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഓരോന്നൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തൊക്കെ ഓരോരുത്തർ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭർത്താവും മക്കളും ഒന്നും വേണ്ടിയിരുന്നില്ല, കല്യാണം പോലും കഴിക്കേണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. നീ കാരണം മനുഷ്യരുടെ നാണക്കേട് എത്രമാത്രം നിനക്കറിയാവോ എന്നും പറഞ്ഞുകൊണ്ട് വായി വന്ന ചീത്തയെല്ലാം പറഞ്ഞ് രോഹിത്തിനെ കുറ്റപ്പെടുത്തുകയാണ് വൈജയന്തി. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു? നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ആ ഹരിയായിട്ടൊരു കൂട്ടും വേണ്ടെന്ന്. ഹരിയുടെ കൂടെ കൂട്ടുകൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതെങ്ങനെയാ പറഞ്ഞാൽ തലയിലേക്ക് കയറുമോ? കൃഷ്ണമോള് പറഞ്ഞു, മതിയമ്മേ, ഇനി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. പറയണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാന്നേ, പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക. ഇവൻ ഒറ്റയെടുത്തം കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. നാണക്കേട് കാരണം മനുഷ്യന് തലയുർത്തി പിടിച്ച് നടക്കാൻ പറ്റുമോ? ഇനി എങ്ങനെ പുറത്തിറങ്ങൂടാ? കൃഷ്ണമോൾ പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിക്കുകയാണ്. അല്ലേ തന്നെ രോഹിത്തിൻ്റെ മനസ്സ് വല്ലാതിരിക്കുക. ഈ സമയത്ത് ഇനി ഇങ്ങനെയും കൂടെ പറഞ്ഞ രോഹിത്തിൻ്റെ മനസ്സിന് വേദന കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വേറെ പ്രശ്നമാവും എന്നുള്ള കാര്യം കൃഷ്ണമോൾക്ക് നന്നായിട്ടറിയായിരുന്നു. അങ്ങനെ കൃഷ്ണമോൾ ഭൈജയുടെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോയി. ഇതേ സമയത്ത് രേവതിക്കുട്ടി അലീനെ വിളിക്കുകയാണ്. അലീനെ വിളിച്ചിട്ട് വെച്ചു, എന്തിയേ നമ്മുടെ ബലാത്സംഗ വീരൻ എന്തിയെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന ചോദിച്ചു, നീ ആരുടെ കാര്യം പറയണമെന്നറിയാവോ? അല്ല, ഞാൻ രോഹിയുടെ കാര്യമാണ് പറഞ്ഞേ. എടി അങ്ങനൊന്നും പറയരുത്, പാവമല്ലേ അവൻ ചോദിച്ചു. പാവം, ചേച്ചിക്ക് പാവമായിരിക്കും, പക്ഷേ എനിക്ക് അത്ര പാവത്തൊന്നും തോന്നില്ല. ഇത്തവണ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ ചേച്ചിയോട് അവൻ എന്താ ചെയ്തേ? അല്ല, അവന് സുഖമാണല്ലോ അല്ലേ? അത് പിന്നെ രോഗത്തിന് പനിയാ മോളെന്ന് പറഞ്ഞു. പനിയോ? 10 ദിവസം അവിടെ പനിച്ച് കിടക്കട്ടെ, അത് നല്ല കാര്യമല്ലേന്ന് ചോദിച്ചു. നീ എന്തൊക്കെയാ രേവതിക്കുട്ടി പറയണമെന്ന് ചോദിച്ചു. പിന്നല്ലാതെ നിനക്ക് അവിടെ ചെന്നപ്പോൾ നല്ല മാറ്റം ഉണ്ട് കേട്ടോ. നീ ഇങ്ങനൊന്നും സംസാരിക്കുമല്ലായിരുന്നല്ലോ. അത് പിന്നെ അനുഭവം അല്ലേ ചേച്ചി, നമ്മൾ ഓരോന്നൊക്കെ പഠിപ്പിക്കുന്നത്. അനുഭവത്തിൽ നിന്ന് പഠിപ്പിച്ചെടുത്ത കാര്യങ്ങളാണ് ഞാനതെന്നൊക്കെ പറഞ്ഞു. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് കോള് കട്ട് ചെയ്യുന്നത്. പിന്നീട് അലീനെ രോഗത്തിനുള്ള ഫുഡൊക്കെ ആയിട്ട് ചെല്ലുവാണ്. അപ്പോൾ കഞ്ഞിയൊക്കെ വെച്ച് കഞ്ഞി കൊണ്ട് കൊടുത്തേക്കാന്ന് ഓർത്ത് ചെല്ലുവാണ്. അങ്ങനെ രോഗത്തിനോട് പറഞ്ഞു, രോഗത്തെ കഞ്ഞി കുടിക്കാനായിട്ട് പറഞ്ഞു. രോഗത്ത് അനങ്ങിയില്ല. ഒടുവില്ല അലീനെ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ സ്പൂണിനകത്ത് കോരിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് രോഗത്തിനെ പതുക്കെ പിടിച്ചെഴുന്നേപ്പിച്ച് കട്ടലിൻ്റെ ഗ്ലാസ്സിലേക്ക് ചാരി ഇരുത്തുക. രോഗത്തിന് തനിച്ചെഴുന്നേക്കാനുള്ള ശേഷി പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ബാബിത സ്റ്റെയർ കേസ് കയറി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും അലീന രോഹിത്തിനോട് പറഞ്ഞു, തുറക്ക്, ഈ കഞ്ഞി കുടിക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിക്കുവാണ്. പക്ഷെ രോഹിത് എന്ത് ചെയ്തു, ഒറ്റ തട്ട് തട്ടി ആ സ്പൂണിട്ട് അതെല്ലാം കൂടെ താഴേക്ക് വീണു. ശബ്ദം കേട്ടുകൊണ്ട് ബാബിത വന്ന് നോക്കുമ്പോൾ
ഈ കാഴ്ചയാണ് കാണുന്നത്. ബബിതയ്ക്കും ഭയങ്കര വിഷമമായി പോയി. മുമ്പത്തെ പോലെയല്ല, 2 ദിവസമായിട്ട് ബബിതയ്ക്ക് നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലീനയുടെ ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഈ സമയത്ത് ദേഷ്യത്തോടുകൂടി അലീനയെ നോക്കണം രോഹിത്ത്. എന്നിട്ട് കൊണ്ടുപോയിക്കോണം, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? നീ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളും തരാൻ പറ്റുമോ? നീ വാശി പിടിച്ചിട്ടോ ദേഷ്യപ്പെട്ടോ ഒന്നും ഒരു കാര്യമില്ല. നീ ഈ കഞ്ഞി കുടിക്കാൻ നോക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല രോഹിത്ത്. രോഹിത്ത് എന്ത് ചെയ്തു? പെട്ടെന്ന് കട്ടിൽ നിന്ന് ചാടി എഴുന്നേക്കാൻ തുടങ്ങി. പക്ഷെ രോഹിത്ത് വീണുപോയി. കാരണം എഴുന്നേറ്റിരിക്കാനുള്ള ആരോഗ്യം അവനുണ്ടായിരുന്നില്ല. അലീനയുടെ കൈകളിലേക്ക് തന്നെ വീണു പോവാണ്. അപ്പോഴേക്കും ബബിതയും കൂടെ ഓടി വന്ന് പിടിക്കുവാണ്. പിടിച്ചൊരു വിധത്തിലാണ് അവനെ അവിടെ കിടത്തുന്നത്. എനിക്ക് മനസ്സിലായി ഇനിയും പിന്നെ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കേണ്ട വരുമെന്നുള്ള കാര്യം. അങ്ങനെ അലീന രോഗത്തിനെ നിർബന്ധിക്കുകയാണ് ഫുഡ് കഴിക്കാനൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.